ഉണ്ടാകട്ടെ. നമ്മള് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗിന്റെ ലൈവ് ക്ലാസ് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു പോകാനായി ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായി സൗഖ്യമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം വന്നവരെ കൂടാതെ ഇന്ന് പുതുതായും ചില ദൈവങ്ങളുടെ കടന്നു പോകാനിടയായിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് തിരുവനന്തപുരത്തിൽ ഏറ്റവും പ്രത്യാശ നൽകുന്ന അവരുടെ ആത്മീയ ജീവിതത്തിൽ ഉത്തേജനം നൽകുന്ന ഒരു വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു മടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ച വിഷയം ഇതിൽ ഇല്ലാതിരുന്നവർക്ക് വേണ്ടി ഒരു 2 മിനിറ്റിൽ അത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ ഉറപ്പ് എന്നത്. യേശുക്രിസ്തു മടങ്ങി വരും. നമ്മളത് വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി. ഒന്ന്, നമ്മുടെ കർത്താവ് താൻ തന്നെ അത് പറഞ്ഞിരിക്കുക. നമുക്കത് വിശ്വസിക്കുവാൻ മറ്റ് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ല. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ മാത്രം മതിയാകും. യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്നത് വിശ്വസിക്കൂ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നെ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എന്നോട് പറയുമായിരുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ വ്യക്തമായി നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 22-ാം അധ്യായത്തിൽ നമ്മൾ ഓർമ്മയുണ്ടായി, ഇതാ ഞാൻ വേഗം വരുന്നു. അതെ, ഇതാ ഞാൻ വേഗം വരുന്നു. ആ 3-ാമത്തെ പ്രാവശ്യം ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ അവൻ കർത്താവായ യേശുവേ വരണമേ എന്നുള്ള സഭയുടെ പ്രതികരണം നമുക്ക് സമർപ്പിക്കാൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു. മാത്രമല്ല, അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ ആ കാര്യം വ്യക്തമായി തങ്ങളുടെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദയുടെ ലേഖനത്തിൽ നിന്നും വാക്ക് ഒരു വചനം നാം ചിന്തിക്കുകയുണ്ടായി. 14-15 വാക്യങ്ങൾ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കിന്റെ പ്രവചനം എന്ന നിലയിലാണ് നമുക്കത് വായിക്കാൻ കഴിഞ്ഞത്. കർത്താവ് വരുന്നു, സകല വിശുദ്ധന്മാരുമായിട്ട് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നാം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം തോറും കർത്താവിന്റെ മേശ ആചരിക്കുന്നവരാണ്. അപ്പോഴൊക്കെ ഈ കർത്തൃമേശയിൽ ശ്രദ്ധയോടെ സംബന്ധിക്കുന്നു. ഞാൻ അങ്ങനെ പറയാനൊരു കാര്യമുണ്ട്. കർത്തൃമേശ ആചരിക്കുമ്പോൾ സാധാരണ ഒരു റൊട്ടീൻ എന്ന നിലയിൽ, ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ കർത്തൃമേശയിൽ നമ്മൾ യാന്ത്രികമായി സംബന്ധിക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. യാന്ത്രികമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ഓർക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉണർന്നാൽ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. അപ്പോൾ ഞാൻ വരുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും ഞാൻ വരുമ്പോഴും. അപ്പോൾ ഒരാഴ്ച മുതൽ 1-ാം ദിവസം നാം ആചരിക്കുമ്പോൾ നാം ഓർക്കുന്ന ഒരു കാര്യം, കർത്താവ് ഈ ആഴ്ച വന്നില്ല. ഈ ആഴ്ച, ഈ കർത്തൃ ദിവസത്തിൽ കർത്താവ് വരാതിരുന്നത് കൊണ്ട് നമുക്ക് സഭയായി കൂടി ഒരിക്കൽ കൂടെ കർത്താവിന്റെ മേശ ആചരിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അടുത്ത ആഴ്ചയിൽ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും പ്രത്യാശയോടുകൂടെ നമുക്ക് ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ കഴിയുന്നു. കർത്തൃമേശ ആചരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ ശുശ്രൂഷ കൂടെയാണ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ കർത്താവിന്റെ വരവിന്റെ അല്ലെങ്കിൽ പുനരാഗമനത്തിന്റെ ഉറപ്പ് എന്നുള്ളതായിരുന്നു നമ്മൾ പ്രാഥമികമായിട്ട് ചിന്തിച്ചത്. രണ്ടാമത്, യേശുക്രിസ്തു വരും എന്നുള്ളതിന്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഞാൻ ഈ കാര്യങ്ങൾ ലക്ഷണങ്ങളായിട്ട് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ സംബന്ധിച്ച് നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ
അതിന് 2 ഘട്ടങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അത് ആ നിലയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ സംശയരഹിതമായിട്ട് നമുക്ക് തിരുവെഴുത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് മറ്റൊരു ദുരുപദേശത്തിലേക്ക് കടന്നു പോകേണ്ടി വരും. ആ ദുരുപദേശം ഇടക്കാലത്ത് നമ്മുടെ ഇടയിലൊക്കെ വ്യാപകമായി വന്നതാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകും എന്നുള്ള ഒരു ഉപദേശമാണ്. അത് വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ചിലര് ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ബഹുഭൂരിപക്ഷം ദൈവമക്കളും വേദവ്യാഖ്യാതാക്കളും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോവുകയില്ല എന്ന് തന്നെയാണ്. അത് ഞാൻ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. സമയം ലഭിക്കുന്നത് പോലെ അവസരോചിതമായിട്ട് ആ കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സഭ എടുക്കപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് തിരുവെഴുത്തിലുടനീളം ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, ഇങ്ങനെ 3 അധ്യായങ്ങളിലായിട്ട് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ പ്രാപഞ്ചികമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. അത് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. രണ്ടാമതായി നമ്മൾ ഈ ലോക രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളെ സംബന്ധിച്ചാണ് രാഷ്ട്രീയ ലക്ഷണം. ഇവിടെ അനേക നിലയിലുള്ള ഏകാധിപത്യപരമായിട്ടുള്ള രാജഭരണം നടന്നിട്ടുണ്ട്, നമുക്കറിയാം. അത് മാത്രമല്ല, അതിനുശേഷം ജനാധിപത്യ ഭരണമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഏകാധിപത്യ ഭരണങ്ങൾ നടക്കുന്നതായ സ്ഥലങ്ങളും രാജ്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഏകാധിപത്യത്തിനോ ജനാധിപത്യത്തിനോ മനുഷ്യന്റെ പ്രശ്നങ്ങൾ സമ്പൂർണമായി പരിഹരിക്കുവാൻ കഴിയാതെ വണ്ണം കാര്യങ്ങൾ ഒരു വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു എലക്ഷൻ നടന്നെങ്കിലും നീതിപൂർവമായ ഒരു എലക്ഷൻ പലയിടങ്ങളിലും നടക്കുന്നില്ല. കള്ളവോട്ടുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമുക്കറിയാം, ഇപ്പോഴത്തെ മിഷൻ ഈ ബാലറ്റ് എന്ന് പറയുമ്പോൾ മിഷനിലൂടെയുള്ള വോട്ട് അത് വന്നതിന് ശേഷം നമുക്കറിയാം വ്യാപകമായി കള്ളവോട്ടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അക്ഷരാഭ്യാസമില്ലാത്ത ധാരാളം ആളുകൾ നോർത്ത് ഇന്ത്യയിലും മറ്റുമുണ്ട്. അങ്ങനെ വ്യാജമായിട്ടുള്ള വോട്ടുകൾ സ്വീകരിച്ച് അധികാരത്തിലിരിക്കുന്ന ആളുകളും ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരെയും നമുക്കറിയാം. അങ്ങനെയുള്ളവരുടെ വ്യാജമായ പ്രവർത്തനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും, നമുക്ക് അറിയുവാൻ കഴിയും. അങ്ങനെ രാഷ്ട്രീയമായി ഒരു അസന്തുലിതാവസ്ഥ, ഒരു അരക്ഷിതാവസ്ഥ നിലകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇവിടെ ജനാധിപത്യത്തിനോ ഇവിടെ ഏകാധിപത്യത്തിനോ മാനുഷികമായ ഭരണ സംവിധാനങ്ങൾക്കോ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ദൈവാധിപത്യത്തിന് വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ജനം ആഗ്രഹിക്കുന്നത് ദൈവാധിപത്യത്തിന് വേണ്ടിയാണ്. ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും എന്നുള്ള ദൈവത്തിന്റെ വചനം അത് വളരെ വ്യക്തമായി സ്പഷ്ടമായി നിവർത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. നാം അത് വിശ്വസിക്കുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവ് മറ്റാരുമല്ല, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്ന നമ്മുടെ കർത്താവും രാജാവുമായ യേശുക്രിസ്തു തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തപ്പോൾ നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ അവതാര സമയത്ത്, ആ ജനന സമയത്ത്, അവിടെ ആ യേശുക്രിസ്തു ജനിച്ചിരുന്ന നാളുകൾ കഴിഞ്ഞപ്പോൾ വിദ്വാൻമാർ, കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ അവർ കാഴ്ചവസ്തുക്കളുമായിട്ട് യേശുവിനെ അന്വേഷിച്ച് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവർ അന്വേഷിക്കുന്നത് എന്തുവാ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഹെരോദാ രാജാവിന് അങ്ങനത്തെ രാജാവിന്റെ പുറകെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് മുമ്പായി കുറിച്ചുകൊണ്ടിരുന്ന നക്ഷത്രം വഴികാട്ടിയായിരുന്നു. പക്ഷേ ആ നക്ഷത്രത്തിന്റെ വഴി ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് അവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നുപോയത്. എന്നാൽ അവർ യേശുവിനെ അന്വേഷിച്ച് കടന്നു ചെന്നപ്പോൾ ശിശുവായ യേശു അമ്മയായ മറിയയോടുകൂടെ കിടക്കുന്ന കാഴ്ച കണ്ട് വീണ് അവനെ നമസ്കരിച്ചു, യേശുവിനെ നമസ്കരിച്ചു. ഒരു ശിശുവിന് എന്താണ് ഇത്ര പ്രാധാന്യം? നമസ്കരിക്കത്തക്ക നിലയിൽ എന്താണ് ഇത്ര പ്രാധാന്യം?
യേശുക്രിസ്തുവിന്റെ മഹത്വം നാം മനസ്സിലാക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ആ പരിശുദ്ധിയും യേശുക്രിസ്തുവിന്റെ ആ ഔന്നത്യവും നാം മനസ്സിലാക്കുമ്പോൾ ആരെ നമസ്കരിച്ചു പോകും? യേശുവിനെ നമസ്കരിച്ചു പോകും. ശിശുവായ യേശുവിനെ നമസ്കരിക്കത്തക്ക നിലയിൽ ഈ വിദ്വാൻമാർക്ക് ആരാണ് പ്രേരണ കൊടുത്തത്? ആ ശിശുവിന്റെ മുമ്പിൽ പൊന്നും മൂരും കുന്തിരക്കവും കാഴ്ചവെക്കുവാനും ആ നിലയിൽ ആ വ്യക്തിയെ നമസ്കരിക്കുവാനും എന്താണ് പ്രചോദനമായത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം തിരുവഴുത്തിന്റെ വ്യക്തമായിട്ടുള്ള ആ വെളിപ്പാടുകൾ, അല്ലെങ്കിൽ തിരുവഴുത്തിന്റെ വ്യക്തമായിട്ടുള്ള ആ തെളിവുകൾ അനുസരിച്ച് നോക്കിയാൽ ഈ ശിശു ഒരു സാമാന്യ ശിശു അല്ല, ഒരു സാധാരണ ശിശുവല്ല, ഒരു അസാധാരണ ശിശുവാണ്. യശയ്യാപ്രവാചകൻ പറയുമ്പോൾ എന്താ പറയുന്നത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആധിപത്യം അവന്റെ തോളും ഇരിക്കും. ഇത്ര മഹാനായ, ഉത്തമനായ, ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ഈ മറിയോടുകൂടെ യേശു എന്ന ശിശു കിടക്കുമ്പോൾ വിദ്വാൻമാർക്ക് മനസ്സിലായി, ഇത് സാധാരണ ഒരു ശിശുവല്ല. ഇവനെ നമസ്കരിക്കേണ്ടതാണ്, ഇവനെ ആരാധിക്കേണ്ടതാണ്, അവന്റെ മഹത്വത്തിന്റെ മുമ്പിൽ തിരുമുൾ കാഴ്ചയുമായി വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള ബോധം ആ വിദ്വാൻമാർക്കുണ്ടായി. അതുകൊണ്ട് ആ ശിശുവിനെ അവരെന്ത് ചെയ്യുന്നു? നമസ്കരിച്ചു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഈ ശിശുവിനെ സംബന്ധിച്ചുള്ള വെളിപ്പാട് എത്ര വർഷം മുമ്പ് ലഭിച്ചതെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ ജന്മത്തിന് ഏതാണ്ട് 3500 പരം വർഷങ്ങൾക്ക് മുമ്പ് മോശയ്ക്ക് ലഭിച്ച വെളിപ്പാടാണ്. മോശ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആരാണ് ഈ സ്ത്രീയുടെ സന്തതി എന്ന് വെളിപ്പെടുത്തുവാൻ യശയ്യാപ്രവാചകൻ മുമ്പോട്ട് വന്നു. ഏതാണ്ട് യേശുക്രിസ്തുവിന്റെ ജന്മത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് യശയ്യാവിന് ദർശനമുണ്ടായി. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ യേശുക്രിസ്തു കന്യകയിൽ ജാതനാകുമെന്നും ആ കന്യകയിൽ ജാതനാകുന്ന കർത്താവായ യേശുക്രിസ്തു കേവലം ഒരു ശിശുവല്ല, പിന്നെയോ ഇമ്മാനുവേലാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കത്തക്ക നിലയിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്ന വ്യക്തിയാണ് യേശുക്രിസ്തു എന്നുള്ള ബോധ്യം യശയ്യാവിനുണ്ടായി. യശയ്യാവിന്റെയും ആ ശിശുവിന്റെ മഹത്വം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അത്ഭുതമന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, സമാധാന പ്രഭുവാണ്. അവന്റെ ചുമലിൽ ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന്റെ രാജത്വത്തിനൊന്നുണ്ടായിരിക്കില്ല അവസാനം. രാജത്വത്തിന് അവസാനമുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എത്ര ഉന്നതനാണ്. ഉത്സാഹം പാടിയിട്ടുണ്ട്, അത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം ഇത്ര മഹാനായ ഉത്തമനാലും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഈ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഉന്നതനായ, ശ്രേഷ്ഠനായ, മഹത്വപൂർണനായ മറ്റൊരു വ്യക്തിയെ നമുക്ക് മറ്റെങ്കിലും കാണുവാൻ കഴിയുന്നതെന്ന് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സ്വർലോകരും ഭൂലോകരും അധോലോകരും ആരുടെ മുമ്പിൽ വണങ്ങുന്നത്? യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വണങ്ങുന്നത്. യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാവരും ആ നാമത്തിന്റെ മുമ്പിൽ വണങ്ങുകയാണ്. എല്ലാവരും ആ നാമത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ്. ദൈവമക്കളായ നമ്മളും കർത്താവിനെ ആരാധിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അന്തരംഭ സ്തോത്രയാഗം അർപ്പിച്ച് നാം കർത്താവിനെ ആരാധിക്കുന്നു. ഞാനതിന് മുമ്പോട്ട് പോയാൽ സമയത്ത് ഈ വിഷയങ്ങൾ തീർക്കുവാൻ കഴിയില്ല. പിന്നെ മുമ്പോട്ട് പോകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള ആ ശ്രേഷ്ഠതയുടെ മുമ്പിൽ നാം എല്ലാവരും വണങ്ങേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. ഈ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ നാം മനസ്സിലാക്കണം. യേശുക്രിസ്തു മടങ്ങി വരുന്നു, രാജാവായി മടങ്ങി വരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പായിട്ട് ഈ പ്രപഞ്ച ലക്ഷണങ്ങളും രാഷ്ട്രീയ ലക്ഷണങ്ങളും അത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജാവ് നീതിയോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് വരെയും ഇവിടുത്തെ ഏകാധിപത്യ ഭരണങ്ങൾക്കോ ഇവിടുത്തെ ജനാധിപത്യ ഭരണങ്ങൾക്കോ യാതൊരു വിധമായിരിക്കുന്ന ഏറ്റവും ഉന്നതന്മാരായ ഭരണകർത്താക്കളാണെങ്കിൽ പോലും സമാധാനപൂർണമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സ്ഥിതിക്കൊക്കെ എന്ത് വരണം? മാറ്റം വരണം, വന്നേ മതിയാകുള്ളൂ. മാറ്റം വരണം, മാറ്റം വന്നേ മതിയാകുള്ളൂ. മാറ്റം ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലുള്ള മാറ്റമല്ല. നമുക്ക് മാറ്റത്തിന് തുടക്കം കുറിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആപ്തവാക്യവുമായിട്ട് ജനത്തെ സമീപിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്ത് മാറ്റം വരാനാണ്? നമുക്കറിയാം
വർഗീയ വിഷം കുത്തിവെച്ച് മനുഷ്യനെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ആ സർക്കാരുകളും അങ്ങനെയുള്ള ഭരണകർത്താക്കളുമല്ലേ ഇന്ന് നമ്മെ വാണുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവർക്ക് ആർക്കും ഇവിടെ മാറ്റം വരുത്തുവാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യം നാം ഏവരും മനസ്സിലാക്കണമെന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിക്കെല്ലാം മാറ്റം വരും, ഇപ്പോഴത്തെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരും, ഇപ്പോഴത്തെ അസമത്വങ്ങൾക്ക് മാറ്റം വരും, ഇപ്പോഴത്തെ കക്ഷി വിവേചനങ്ങൾക്ക് മാറ്റം വരും, വർഗീയതയ്ക്ക് മാറ്റം വരും. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു വരികയും അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നാം കർത്താവിനെ നമസ്കരിക്കുകയും ആ രാജത്വത്തിൽ നമ്മളും രാജ്ഞി എന്നുള്ള നിലയിൽ കർത്താവിനോടുകൂടെ വാഴുകയും ചെയ്യുന്നതുള്ള ആ പ്രതീക്ഷയാണ് നമുക്ക് ഏവർക്കും ഉള്ളത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ പ്രപഞ്ച ലക്ഷണം മാത്രമല്ല, രാഷ്ട്രീയ ലക്ഷണങ്ങൾ മാത്രമല്ല, ഞാൻ മൂന്നാമതായി പറഞ്ഞു നിർത്തിയത് ധാർമ്മികമായിട്ടുള്ള അവസ്ഥയാണ്. ധാർമ്മികമായ അവസ്ഥ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ആ ധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ആ ധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. വാസ്തവത്തിൽ നാം ഓർക്കണം, അധർമ്മം പെരുകുക, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് സഭകളിൽ അത് വ്യാപരിക്കുന്നുണ്ട്, സമൂഹങ്ങളിൽ, സമുദായങ്ങളിൽ, രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ഈ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ദൈവസ്നേഹം ഇന്ന് ദൈവമക്കളിൽ കുറഞ്ഞുപോയി. സഭകളിൽ പ്രശ്നങ്ങളായി, ഭിന്നതകളായി, നമുക്കറിയാം ഉച്ചനീചത്വങ്ങളായി. ആദ്യകാലത്തുണ്ടായിരുന്ന ആ സ്നേഹം കുറഞ്ഞിട്ട് ഇന്ന് സഭകളൊക്കെ വാസ്തവത്തിൽ എന്തായി മാറിയിരിക്കുന്നു? ഒരു സംഘടനയായിട്ട്, അല്ലെങ്കിൽ ഒരു സമൂഹമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ദൈവസഭയ്ക്ക് അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങളും സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സഭകൾക്ക് വേണ്ട നിലയിലുള്ളതായിരിക്കുന്ന ആത്മനിറവിലുള്ള നേതൃത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കുവാൻ കഴിയാതെ പോകുന്നു. ഭിന്നതകളും പ്രയാസങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കണം, അധർമ്മം പെരുകി. രണ്ട് കാലഘട്ടത്തെ സംബന്ധിച്ച് നാം പഴയനിയമത്തിൽ എടുത്ത് ഉദ്ധരിക്കുകയുണ്ടായി. ഒന്ന്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. രണ്ട്, ലോത്തിന്റെ കാലം പോലെ തന്നെ. എന്താണ് നോഹയുടെ കാലം? എന്താണ് ലോത്തിന്റെ കാലം? ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കുകയുണ്ടായി. കൂടുതൽ വിശദീകരിക്കുവാൻ തന്നെ സമയം കിട്ടിയില്ല. നമുക്കറിയാം, ആ നോഹയുടെ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയിൽ വഷളത്വം പെരുകി, ജനങ്ങൾ തങ്ങളുടെ വഴി വഷളാക്കി, ദൈവം മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം അനുദമിച്ചു എന്ന് ഉൽപ്പത്തി 6-ൽ നാം വായിക്കുന്നുണ്ട്. കാലങ്ങൾ കുറെ മുമ്പോട്ട് കഴിഞ്ഞപ്പോൾ, നോഹയുടെ കാലമായപ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥകളൊക്കെ സഹിതം മറിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ നിന്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. നമുക്കറിയാം, നോഹയുടെ കാലത്തെ ആ മ്ലേച്ഛതകളെ സംബന്ധിച്ചും പാപങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും മറ്റുമൊക്കെ ഇരിക്കുന്ന സദസ്സിനത് വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം വെച്ച വ്യവസ്ഥകളെ തകിടം മറിച്ചുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ആദമിന് ഒരു ഹൗവ, ആ വ്യവസ്ഥയാണ് വെച്ചത്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ഹാനോക്കിന്റെ കാലമായപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 2 ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ ഒടുവിലും 5-ാം അധ്യായത്തിലുമായി 2 ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ അവിടെ ബഹുഭാര്യത്വം നിലവിൽ വന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വ്യവസ്ഥയുടെ ലംഘിക്കപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് നാം മുമ്പോട്ട് പോകുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഏറ്റവും മ്ലേച്ഛതയേറിയ ആ പാപം, സോദോമ്യ പാപം സമൂഹത്തിൽ നിയമപരമായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. സെയിം സെക്സ് മാര്യേജ്, ഗേ മൂവ്മെന്റ് എന്ന് വേണ്ട ദൈവവചനത്തിൽ വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അധർമ്മം പെരുകിയതുകൊണ്ട്, മ്ലേച്ഛത പെരുകിയതുകൊണ്ട് അങ്ങനെയുള്ള വിവാഹങ്ങൾ വരെ പരസ്യമായി വാഴ്ത്തപ്പെടുന്ന ആ ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷവും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, ദൈവവചനത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ കഴിഞ്ഞ ദിവസം UK-യിൽ ഒരു സന്ദർശനം നടത്തിയ സന്ദർഭത്ത് ഒരു പള്ളി വാടകയ്ക്കെടുത്താണ്
അവിടെ നമ്മുടെ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് ഷെഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. ആ പള്ളി വാടകയ്ക്കെടുത്ത് ആ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പുരോഹിതന്മാരെന്ന് പറയുന്നത് പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. അത് മാത്രമല്ല, അവിടെ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മ്ലേച്ഛമായ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള മ്ലേച്ഛമായ പ്രവർത്തികൾ ചെയ്യുന്നവർക്കും ആ സഭയിൽ അംഗത്വമുണ്ട്. നമുക്കറിയാം, ഈ പ്രാവശ്യം ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ആയിട്ട് മേലധികാരിയായിട്ട് വന്നത് ആര് തന്നെയാണ്? ഒരു സ്ത്രീ തന്നെയാണ്, ഒരു സാറ. ഇല്ലേ, നമ്മള് ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വായിക്കുകയുണ്ടായി. അങ്ങനെ നാം നോക്കുമ്പോൾ ധാർമ്മികമായ നിലയിൽ സഭയിൽ ദൈവം വച്ചിരിക്കുന്ന ആ മോറലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ഇന്ന് കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യൻ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ അതിൽ കൂടുതൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണല്ലോ. എന്തുമാത്രം മ്ലേച്ഛതകളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു എപ്സ്റ്റീൻ ഫയലിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുകയുണ്ടായി. ചിലരൊക്കെയെങ്കിലും സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർക്ക് അതൊക്കെ കാണുവാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ കേവലം ദൈവത്തിന്റെ സൃഷ്ടിയായി ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിച്ചു പോകുമോ, ഇത്രമാത്രം മ്ലേച്ഛതയ്ക്ക് അടിമപ്പെട്ടു പോകുമോ എന്ന് സന്ദേഹിക്കത്തക്ക നിലയിൽ നമുക്കറിയാം ഏറ്റവും വഷളത്വം പെരുകിയിരിക്കുന്നു, അധർമ്മം പെരുകുന്നു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ഏറ്റവും അടുക്കൽ തന്നെ സംഭവിക്കും. എന്നാൽ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ലോകത്തിൽ ആത്മീയമായ നിലവാരം നോക്കുമ്പോൾ ഏറ്റവും അധപ്പതിച്ച ഒരു നിലവാരത്തിലേക്ക് മുമ്പോട്ട് പോയിരിക്കുകയാണ്. ധാർമ്മികമായി നാം നോക്കുമ്പോൾ അധപ്പതിച്ച ഒരു ധാർമ്മിക നിലവാരമാണ് ഇന്ന് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ കഴിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളും പറഞ്ഞ അവസാനം ആ ഭാഗം വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഒരല്പം ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ശാസ്ത്രീയമായ ലക്ഷണമാണ്. പ്രാപഞ്ചികമായ ലക്ഷണം, രാഷ്ട്രീയമായ ലക്ഷണങ്ങൾ, ധാർമ്മികമായ ലക്ഷണങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ നാലാമതായി പറയുവാൻ ആഗ്രഹിച്ചത് ശാസ്ത്രീയമായ ലക്ഷണങ്ങളാണ്. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഒരു ഡിജിറ്റൽ കാലയളവിലാണ്, ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലായിരുന്ന സമയത്താണ് അവിടെ ഒരു റോബോട്ടിന് പൗരത്വം കൊടുത്തു. നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. ഒരു സോഫിയ, സൗദി അറേബ്യ ആദ്യമായിട്ട് ഒരു യന്ത്രനിർമ്മിത വ്യക്തിക്ക്, അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയാനൊക്കത്തില്ല, യന്ത്രനിർമ്മിതമായ ഒരു റോബോട്ടിന് എന്ത് ചെയ്ത് കൊടുത്തു? പൗരത്വം കൊടുത്തു. ആ പൗരത്വം കൊടുത്തപ്പോൾ സോഫിയ എന്നാണ് അതിന് പേരിട്ടത്. ഒരു സ്ത്രീയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴൊക്കെ നമുക്കറിയാം, റോബോട്ട് എന്ന് പറഞ്ഞാൽ അത് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും അത് വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, AI നിർമ്മിതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനം ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കപ്പെടുന്നതായ റോബോട്ടുകൾ തന്നെ അത് ഉണ്ടാക്കുന്നവരുടെ അന്തകരായി മാറുവാനുള്ള സാധ്യതയും അധികമല്ല, വിദൂരമല്ല എന്നുള്ളതും ഇന്ന് ശാസ്ത്രലോകം ഭയക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ അടുത്ത സമയത്താണ് നമ്മൾ ആ AI എന്നുള്ള ആ പദം എന്ത് ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ മനസ്സിലിങ്ങനെ സ്ഥാനം പിടിച്ചത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? എന്തിനാണ് ശാസ്ത്രയുഗം ഇത്രമാത്രം വികസിപ്പിച്ചത്? ശാസ്ത്രീയ നേട്ടങ്ങളുടെ നെടുമുടി, ആ കൊടുമുടിയിൽ ഇത്രത്തോളം മനുഷ്യൻ ഉയർന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ 666 മനുഷ്യ ശരീരത്തിൽ എന്ത് ചെയ്യണം? അതിന്റെ മുദ്രയേൽക്കണം. മൃഗത്തിന്റെ പേരിന്റെ സംഖ്യയോ മൃഗത്തിന്റെ മുദ്രയോ ഏൽക്കാത്തവർക്ക് വിൽക്കുവാനും വാങ്ങുവാനും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം എങ്കിൽ ഇത് സംഭവിച്ചേ മതിയാകുള്ളൂ. ശാസ്ത്രീയമായ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഇന്ന് മനുഷ്യന്റെ കൈമേലോ നെറ്റിമേലോ ഈ മൃഗത്തിന്റെ മുദ്രയോ മൃഗത്തിന്റെ പേരിന്റെ സംഖ്യയോ ഒരു നാനോ ചിപ്പിൽ ഘടിപ്പിക്കത്തക്ക നിലയിൽ, അതിനെ സംബന്ധിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്. ഏതാണ്ട് 20,000-ഓളം പേജ് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന അരിമണിയോളം വലിപ്പമുള്ള ഒരു ചിപ്പ്. ഒരു അരിമണിക്ക് എന്തുമാത്രം വലിപ്പം? ആ അരിമണിയോളം വലിപ്പമുള്ള ആ നാനോ ചിപ്പിൽ ഏതാണ്ട് 20,000-ഓളം പേജുള്ള
ഒരു പുസ്തകം ഉൾക്കൊള്ളിക്കുവാൻ കഴിയും. ശാസ്ത്രത്തിന്റെ നേട്ടമാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ മനുഷ്യന്റെ കൈത്തണ്ടയിലോ നെറ്റിയിലോ സ്ഥാപിക്കപ്പെടുന്ന RFID ചിപ്പ്. RFID എന്നുള്ളതിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഇത് ചാൾസ് വാൾട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി 1983 ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ച RFID, ഈ നാനോ ചിപ്പ്, മനുഷ്യന്റെ ശരീരത്തിൽ ഘടിപ്പിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, നമുക്ക് കാഷ്ലെസ് ഇന്ത്യ എന്നുള്ള ഒരു ആപ്തവാക്യത്തോടു കൂടിയാണ് മോദി സർക്കാർ അധികാരത്തിലേക്ക് വന്നത്, നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്ന് നമുക്ക് അതിന്റെ ഭാഗികമായിട്ടുള്ള ഒരു ക്രമീകരണം, കാശ് ഇല്ലെങ്കിലും കൊള്ളാം, നമ്മുടെ കയ്യിൽ പോവാൻ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വിരൽത്തുമ്പിൽ അതിന്റെ കൈകാര്യം ചെയ്യുവാൻ കഴിയത്തക്ക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുമ്പോൾ ഏതാണ്ട് AD 100 വരെയുള്ള കാലഘട്ടം, AD 90 ശേഷമാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചു. അന്ത്യകാലത്തേക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മുദ്രയിടാതെ വെച്ചേക്കണമെന്ന് ദൈവം യോഹന്നാൻ അപ്പോസ്തലന് അരുളപ്പാട് നൽകുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം ഏറ്റവും അടുക്കൽ തന്നെയായിരിക്കുന്നു. അവൻ അടുക്ക വാതിൽക്കൽ തന്നെയായിരിക്കുന്നു. കാഹളത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാൻ ഇനി അധിക സമയമില്ല എന്നുള്ളത് നാം ഒരു മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ശാസ്ത്രീയമായ ലക്ഷണങ്ങളും ഈ കാലഘട്ടത്തിൽ ഒത്തുവന്നിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 5-ാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് സാമുദായികമായിട്ടുള്ള മതപരമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. മതപരമായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. മതപരമായിട്ടുള്ള കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവവചനത്തിൽ തന്നെ 3 ഗണത്തിൽ ഈ ലോകത്തിലെ മനുഷ്യരെ വേർതിരിച്ചിട്ടുണ്ട്. ഗുരുതിലഹരത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് 3 നിലയിലുള്ള ഗണം? 3 ഗണം എന്ന് ഞാൻ പറയുന്നത്, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുകയും. യഹൂദൻ, യവനൻ, ദൈവസഭ. അങ്ങനെയാണെങ്കിൽ മതങ്ങൾ എന്ന് പറയുമ്പോൾ യഹൂദനെ നാം പഠിക്കണം എന്ന് മാത്രമല്ല, യവനനെ, ലോകജാതികളെ കുറിച്ച് നാം മനസ്സിലാക്കണം. അത് മാത്രമല്ല, ദൈവസഭയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഈ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമായ കാര്യമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. വേദവ്യാഖ്യാതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുമ്പായിട്ട് എന്ത് സംഭവിക്കും? അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കും. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കും. എന്താ ഈ അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ചരിത്ര സംഭവം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ അല്പം ചരിത്ര ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്പം ഗഹനമാണ് എങ്കിലും നാം അത് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, അത്തി എന്ന് പറയുന്നത് യഹൂദന്റെ രാഷ്ട്രീയ അവസ്ഥയെ വെളിപ്പെടുത്തുന്നതാണ്. 3 വൃക്ഷങ്ങൾ യഹൂദനെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതാണ്. 1 അത്തി, 2 ഒലിവ്, 3 മുന്തിരി. അത്തി, ഒലിവ്, മുന്തിരി. അത്തി യഹൂദന്റെ രാഷ്ട്രീയ അവസ്ഥയെയും ഒലിവ് യഹൂദന്റെ വ്യാവസായികമായ അഭിവൃദ്ധിയെയും മുന്തിരി യഹൂദന്റെ ആത്മീയ അവസ്ഥയെയും വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേഗം അടുത്തു എന്ന് നാം കരുതുന്നു. അതൊരു പ്രാപഞ്ചിക ലക്ഷണമായിട്ട് നാം ചിന്തിക്കുമ്പോൾ തന്നെ അത്തി യഹൂദന്റെ രാഷ്ട്രീയ അവസ്ഥയെ വെളിപ്പെടുത്തുകയാണ്. ഈ അത്തി തളർത്തു എന്ന് പറയുമ്പോൾ നാം എന്താ മനസ്സിലാക്കേണ്ടത്? യേശുക്രിസ്തു ക്രൂശീകരണം,
അങ്ങനെ ഓർപ്പിക്കുകയുണ്ടായി. ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഏതാണ്ട് AD 30 നടന്നു എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. 33 എന്ന് പറയുന്നവരുമുണ്ട്. അത് എന്തുമായിക്കൊള്ളട്ടെ, ചരിത്രത്തിൽ AD 30 അല്ലെങ്കിൽ 30 ശേഷം യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം നടക്കുകയുണ്ടായി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചു എന്ന് പറയുമ്പോൾ മതകോടതികളിലും വിസ്തരിച്ചു, രാഷ്ട്രീയ കോടതികളിലും വിസ്തരിച്ചു. മതകോടതികൾ എന്ന് പറയുന്നത് ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും സന്നിധിന്റെയും സംഘത്തിന്റെയും മുമ്പിലാണ് യേശുവിനെ വിസ്തരിച്ചത്. ഹന്നാവ്, കയ്യഫാവ് ഇവർ ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതന്മാരായിരുന്നു. അവരുടെ മുമ്പിൽ യേശുവിനെ വിസ്തരിച്ചു. സന്നിധിന്റെയും സംഘം യഹൂദന്മാരുടെ മതകോടതിയാണ്. ഏതാണ്ട് 70 പേരടങ്ങുന്ന മതകോടതിയുടെ മുമ്പിൽ യേശുവിനെ വിസ്തരിച്ചു. എല്ലാവരും പറഞ്ഞു, യേശുവിൽ ഞങ്ങൾ മരണകരമായ കുറ്റമൊന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്കറിയാം പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ വിസ്തരിക്കുന്നു. പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ വിസ്തരിച്ചപ്പോൾ പീലാത്തോസ് അവനിൽ കുറ്റമൊന്നും കണ്ടില്ല. അപ്പോൾ അക്കാലത്ത് യേശു ഗലീലക്കാരനാണ്, ഗലീലയിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് ഗലീല നാട് വാഴുന്ന ഹെരോദാവിന്റെ അടുക്കിലേക്ക് യേശുവിനെ അയക്കുകയുണ്ടായി. ഹെരോദാവും പീലാത്തോസും വൈരാഗ്യത്തിലായിരുന്നു. എന്നാൽ യേശുവിനെ അങ്ങോട്ട് അയച്ചപ്പോൾ മുതൽ ഇവര് തമ്മിൽ ശത്രുക്കളായിരുന്നവർ എന്തായി മാറി? മിത്രക്കളായിട്ട് മാറി. അങ്ങനെ യേശുവിനെ ഹെരോദാവിന്റെ മുമ്പിൽ വിസ്തരിച്ചപ്പോൾ ഹെരോദാവ് പറഞ്ഞു, ഇവൻ നീതിമാൻ, ഇവനിൽ മരണകരമായ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അല്ലെങ്കിൽ 5 കോടതികളിൽ 6ാമത്തെ പ്രാവശ്യം പീലാത്തോസിന്റെ അടുക്കിലേക്ക് യേശുവിനെ വിട്ടയച്ചു. യേശുവിനെ പീലാത്തോസ് വിസ്തരിക്കുവാൻ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ തലേ ദിവസം രാത്രി പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, അവൻ നീതിമാനാണ് എന്ന് പറഞ്ഞു. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ പീലാത്തോസിന്റെ ഹൃദയത്തിൽ ഇതിനെ അരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ റോമൻ ഗവർണർ എന്ന നിലയിൽ ഏറ്റവും ഉന്നതമായ നീതിപീഠത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. 1000 കുറ്റവാളികൾ കൊല്ലപ്പെട്ടാലും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടാലും കുറ്റമില്ലാത്തൊരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല. ഈ റോമൻ നീതിപീഠത്തിന്റെ ഔന്നത്യമേറിയ വ്യവസ്ഥ ലംഘിച്ച് പീലാത്തോസിനൊന്നും ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് അവസാന സന്ദർഭത്തിൽ ജനത്തിന്റെ നിർബന്ധമേറുന്നു. ജനം യേശുവിനെ ക്രൂശിക്കൂടെ അപരാധിപ്പെടുന്നു, അതിനുവേണ്ടി പുറവിളി കൂട്ടുന്നു. അപ്പോൾ പീലാത്തോസ് ഒരു പഴുത് അന്തിമമായിട്ട് കണ്ടെത്തി. ഉത്സവത്തോറും ഒരു തടവുകാരനെ വിട്ടയക്കുന്ന പതിവുണ്ട്. അതിൽ ഒരാള് ആരായിരിക്കണം? ഒരു കള്ളനും കൊലപാതകനുമായ വ്യക്തി തടവിൽ കിടപ്പുണ്ട്. ബറബ്ബാസ്, അവൻ തൂക്കി കൊല്ലപ്പെടേണ്ടവനാണ്, ക്രൂശിക്കപ്പെടേണ്ടവനാണ്. എന്നാൽ നിങ്ങൾക്ക് ആരെ വേണം? യേശുവിനെ വേണമോ ബറബ്ബാസിനെ വേണമോ? ജനം ഒന്നടങ്കം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി. യേശുവിനെ എന്ത് ചെയ്യണം? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അവൻ ചെയ്ത ദോഷമെന്ന് അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. AD 30 ശേഷം അല്ലെങ്കിൽ AD 30 യഹൂദജനം ഒന്നടങ്കം ആവശ്യപ്പെട്ടു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. എന്താ സംഭവിച്ചത്? ഇത്രയധികം പീഡനങ്ങളിലൂടെ, ഉപദ്രവങ്ങളിലൂടെ, അപമാനത്തിലൂടെ നയിക്കപ്പെട്ട അല്ലെങ്കിൽ കടന്നുപോയ മറ്റൊരു ജാതിയും മറ്റൊരു ജനവർഗവും ഇന്നേ വരെ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു തങ്ങളുടെ ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിൽ അബ്രഹാമിന്റെ പുത്രനായ യാക്കോബിന്റെ ഇസ്ഹാക്കിന്റെ പുത്രനായ യാക്കോബിന്റെ പുത്രനായ അങ്ങനെ തുടർമാനുമായി കടന്നു വരുമ്പോൾ യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ സന്തതിയായി യേശു ക്രിസ്തു ജനിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ ദൈവ വാഗ്ദത്തം ലഭിച്ച, ന്യായപ്രമാണം ലഭിച്ച ഈ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് വിശേഷിപ്പിക്കാവുന്ന യഹൂദജനത്തിന് ഇത്രയധികം കഷ്ടതകളും ഇത്രയധികം ബുദ്ധിമുട്ടുകളും ഇത്രയധികം പീഡകളും ഉപദ്രവങ്ങളും എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അവൻ രക്തം ഞങ്ങളുടെ പേരും ഞങ്ങളുടെ മക്കളുടെ പേരും. എന്ത് സംഭവിച്ചു നമുക്കറിയാം. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. പീലാത്തോസ് മനസ്സോടെ അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് കൈ കഴുകി യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ താൻ ഒഴിവുള്ളവരായി തീരുമാനം. പക്ഷേ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പീലാത്തോസ് ഒഴി കഴിവ് പറയുവാൻ കഴിയില്ല. നട്ടലിനോടുകൂടെ നീതിയോടുകൂടെ പ്രവർത്തിക്കുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. ഞാൻ പറയേണ്ടതിന് മറുവശം കൂടി. എന്താ മറുവശം അറിയാമോ? പീലാത്തോസ് അങ്ങനെ ചെയ്തില്ലായിരുന്നു യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെടാത്തതായിരുന്നു. എന്തിനാ ക്രിസ്തു വന്നത്? നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ.
പാപികളായ നമ്മുടെ ശാപം ഏറ്റുവാങ്ങി മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടത് എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി ശാപമായി തീരുവാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് ജഡമെടുത്തു വന്നത്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടത് അനിവാര്യമായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു, അവർ എന്നെ തല്ലും, അവർ എന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുത്, നിനക്കങ്ങനെ ഭവിക്കരുത്. കർത്താവ് പറഞ്ഞു, പിശാചേ, സാത്താനെ, എന്നിട്ട് നീ മനുഷ്യർക്കുള്ളതാ ചിന്തിക്കുന്നത്, ദൈവത്തിനുള്ളതല്ല ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം എന്താണ്? ഞാൻ ക്രൂശിക്കപ്പെടണം. അതുകൊണ്ടാണ് ഗെത്സമനാ തോട്ടത്തിൽ നമ്മുടെ കർത്താവ് മുട്ടുമുട്ടി പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, അവിടുന്ന് ഇച്ഛിക്കുന്നത് പോലെയാകട്ടെ. ഈ പാനപാത്രം കഴിയുമെങ്കിൽ കരുതുന്നത് ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപഭാരവും തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ വിയർപ്പ് നിലത്ത് വീഴുന്ന ചോരത്തുള്ളികൾ പോലെയായി എന്ന് വായിക്കുന്നു. അവിടെ കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പിതാവാം ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ഇത് സംഭവിച്ചേ മതിയാകും. കാരണം 40-ാം സങ്കീർത്തനത്തിന് ഈ പ്രവചനം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? 40-ാം സങ്കീർത്തനം, നമ്മൾ 40-ാം സങ്കീർത്തനത്തിന്റെ ആദ്യവാക്യങ്ങളെ ശ്രദ്ധിക്കാറുള്ളൂ. ആദ്യവാക്യങ്ങൾ ഏതാ? 40-ാം സങ്കീർത്തനത്തിന്റെ ആദ്യവാക്യങ്ങൾ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലും വിചാരണമായി നീണ്ടു കുഴച്ചേറ്റിരുന്നു, അവൻ എന്നെ കയറ്റി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ വായി പാട്ട് നിന്നു, എന്റെ കാലുകളെ പാറമേൽ നിർത്തി. ഈ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അതിന് താഴോട്ടോട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത്രയും ശ്രദ്ധിക്കുന്നില്ല. താഴോട്ടെന്തായിരുന്നു വെച്ചിരിക്കുന്നത്? നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എബ്രായ ലേഖനക്കാരൻ 10-ാം അധ്യായത്തിൽ ഈ വാക്യം എടുത്ത് ഉദ്ധരിച്ചു. ഈ വാക്യം ഉദ്ധരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ഒരു ശരീരം എനിക്ക് 40-ാം സങ്കീർത്തനത്തിന് അല്പം വ്യത്യാസമുണ്ട്. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കും. ചെവികളെ തുളച്ച കാര്യം പഠിക്കണമെങ്കിൽ എവിടെ പോകണം? പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു. അവിടെ എന്തായി ചെവികളെ തുളച്ചിരിക്കുന്ന കാര്യം? ഒരു അടിമദാസൻ, ഒരു എബ്രായ ദാസൻ 6 വർഷം ഒരു യജമാനെ സേവിച്ചു. 6 വർഷം യജമാനെ സേവിച്ചിട്ട് 7-ാം വർഷം അവൻ എന്ത് ചെയ്യാം? സ്വതന്ത്രമായി വിട്ടയക്കാം. പക്ഷെ ഈ യജമാനൻ പറയുക, ഈ അടിമ പറയുകയാണ്, ഈ ദാസൻ പറയുകയാണ്, യജമാനെ എന്നെ പറഞ്ഞിരിക്കരുത്. അങ്ങേപോലെ തന്റെ യജമാനെ ഇരിക്കുന്നതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങേയോളം സേവിച്ചോളാം. ഇങ്ങനെ ഒരു അടിമ പറയുകയാണെങ്കിൽ, ഒരു ദാസൻ പറയുകയാണെങ്കിൽ, അവൻ എവിടെ കൊണ്ടുപോകണം? കട്ടളക്കാരന്റെ സമീപത്തേക്ക് ചേർത്ത് നിർത്തി ഒരു സൂചി എടുത്തവന്റെ കാത് തുളയ്ക്കണം, കാത് തുളയ്ക്കണം. കാത് തുളയ്ക്കപ്പെട്ട ദാസൻ പിന്നെ ആ കാത് തുളച്ച വ്യക്തിയാണ് നോക്കിയാൽ മതി. ഇവൻ ആരുടെയോ ആജീവനാന്റെ അടിമയാണ്. ഇവൻ ബോൺ സെർവന്റ് ആണ്. ഈ ബോൺ സെർവന്റിനെ ഇനി മറ്റൊരാൾക്ക് അടിമയാക്കുവാൻ കഴിയില്ല. ഇവൻ ആജീവനാന്റെ അടിമയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞത് അത് തന്നെയാണ്. പുസ്തക ചുരുങ്ങി ചെവികളെ തുളച്ച് നീ ഒരു ശരീരം എനിക്ക് ഒരുക്കപ്പെട്ട ഒരു ശരീരം, ജഡാവതാരമെടുത്ത് സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി ഭൂതലത്തിലേക്ക് വന്ന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീരുവാൻ വേണ്ടി നിത്യതയിൽ തന്നെ ഒരു ശരീരം ഒരുക്കപ്പെട്ടിരുന്നു. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡശരീരം എന്ന് പറയുന്നത്. ആ ശരീരത്തിൽ ലോകത്തിന്റെ മുഴുവൻ പാപം കുമിഞ്ഞുകൂടിയപ്പോൾ ഉറങ്ങുന്നതിനെ വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട്, നാം അനുഭവിക്കുന്ന നരകയാതന മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ആ കർത്താവായ യേശുക്രിസ്തു, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നാം മനസ്സിലാക്കുക. ഇവിടെ അത്തി മുതലായ വൃക്ഷം, അത്തിത്തം, ആ ഭാഗത്താണ് നിന്നാണ് തുടങ്ങിയാണ് മുമ്പോട്ട് പോയത്. എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അനന്തരഫലമായിട്ട് യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ട് ഏതാണ്ട് 40 വർഷം തികഞ്ഞില്ല. AD 30 യേശു ക്രൂശിക്കപ്പെട്ടെങ്കിൽ AD 70 യെരൂശലേമിന്റെ സമ്പൂർണ്ണ നാശം. കർത്താവ് പറഞ്ഞില്ലേ, ശിഷ്യന്മാര്
ദേവാലയത്തിന്റെ മഹത്വം കാണിച്ചില്ലേ? നോക്കൂ, എത്ര മനോഹരമാണ്. കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും. ചരിത്രകാരൻ സംഭവിച്ചു. AD 70 റോമൻ ചക്രവർത്തിയായ തീത്തൂസിന്റെ കാലഘട്ടത്തിൽ ഇതാ യെരൂശലേം ആക്രമിക്കപ്പെടുന്നു. യെരൂശലേം ആക്രമിക്കപ്പെടുമ്പോൾ ദൈവാലയത്തിന് കേൾവരത്തിനെന്ന് ആ തീത്തൂസ് ചക്രവർത്തി പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചരിത്രമാണത്. ആ ഒരു ഭ്രാന്തൻ പടയാളി ഒരു പന്തം കൊളുത്തി ദൈവാലയത്തിന്റെ മുകളിലേക്ക് എറിഞ്ഞു. ആ പന്തം നിന്ന് കത്തി ദൈവാലയം മുഴുവൻ ചുട്ടു ചാമ്പലാക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ദൈവാലയത്തിന്റെ അടിസ്ഥാനം വരെ ആനകളെ കൊണ്ട് ഉഴുതുമറിച്ച് അതിന്റെ അടിയിൽ ഉഴുതുമറിച്ച് സ്വർണ്ണക്കട്ടികൾ ഉണ്ടായിരിക്കുമെന്നുള്ള ചിന്തയിൽ അതെല്ലാം ഉഴുതുമറിച്ചു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുമെന്നുള്ളത് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് അതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം AD 70 അക്ഷരം പ്രകാരം. അപ്പോൾ അന്ന് മുതൽ ജാതികളുടെ കാലം യെരൂശലേമിലെ ചവിട്ടിക്കിടക്കുന്ന കാലഘട്ടം. ഇതൊക്കെ തിരുവഴുത്തിൽ വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാതികൾ യെരൂശലേമിലെ ചവിട്ടിക്കിടന്ന. ഇന്നും അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. ഇന്ന് യെരൂശലേം ദൈവാലയമില്ല. ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായം 15-ാം വാക്യം നമുക്കത് വായിക്കാം. റോമർ 11:15. റോമർ 11. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഈ വാക്യം എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു വാക്യമാണ്. എന്താ കാര്യം എന്നറിയാമോ? അവരുടെ ഭ്രംശം. ആരുടെ ഭ്രംശം? യഹൂദ ജനത്തിന്റെ ഭ്രംശം. ഭ്രംശം എന്ന് പറഞ്ഞാൽ ചിതറപ്പെടൽ. ഭ്രംശം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചിതറിപ്പോവുക. യഹൂദ ജാതി യെരൂശലേം തകർക്കപ്പെട്ടതോടുകൂടെ, തീത്തോസ് കൈസറിന്റെ ആക്രമണത്തോടുകൂടെ ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഇങ്ങേറ്റം നമ്മുടെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ വന്ന് അവരും അവിടെ തമ്പടിക്കത്തക്ക നിലയിൽ, അവർക്ക് അവിടെ ഒരു സിനഗോഗൊക്കെ ഉണ്ടാകത്തക്ക നിലയിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു പോയ ഒരു വർഗമാണ് ആര്? യഹൂദജാതി. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ എനിക്ക് വളരെ സന്തോഷം. അതിന് തുടർന്നുള്ള കാര്യം, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താ? യഹൂദജാതി യേശുവിനെ തള്ളില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ. അതിനടുത്ത വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. യഹൂദജാതി തള്ളിക്കളഞ്ഞ യേശുവിനെ ആരെ വിശ്വാസത്താൽ അംഗീകരിക്കുമോ? യഹൂദജാതി തള്ളിക്കും. അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് ആരെ മതി? ബർബാസിനെ മതി. ഞങ്ങൾക്ക് സത്യത്തെ വേണ്ട, ഞങ്ങൾക്ക് അസത്യത്തെ മതി. ഞങ്ങൾക്ക് വെളിച്ചത്തെ വേണ്ട, ഞങ്ങൾക്ക് ഇരുളിനെ മതി. ഞങ്ങൾക്ക് ധർമ്മത്തെ വേണ്ട, ഞങ്ങൾക്ക് അധർമ്മത്തെ മതി. യേശുവിനെ ഞങ്ങൾ വേണ്ട. യഹൂദജാതി യേശുവിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഈ പുതിയ കാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കും കൃപയാൽ ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസമൂലം രക്ഷിക്കും. അതിന് നിങ്ങൾക്കാകില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പോലും നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. ന്യായപ്രമാണത്തിന്റെ നീതി പ്രവർത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ കർത്താവായ യേശുവിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു കൂട്ടം ദൈവമക്കൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുണ്ട്. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. പ്രിയപ്പെട്ടവരെ, ദൈവസഭ ഈ ഭൂമിയിൽ ഉളവാകുവാൻ
അത് മുഖാന്തരമായി തീർന്നു. ഇതൊക്കെ ദൈവ നിശ്ചയത്തിൽപ്പെട്ട കാര്യമാണ്. ആ ദൈവിക പ്ലാനുകളെ, ദൈവിക പദ്ധതികളെ നമുക്ക് ആർക്കും മാറ്റുവാൻ കഴിയില്ല. അവർ യേശുവിനെ തള്ളിക്കളയണം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരണം. അവരുടെ കൂട്ടം ദൈവസഭയായി ഈ ഭൂമിയിൽ ശേഷിക്കപ്പെടണം. കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ, ദൈവസഭ എന്നുള്ള നിലയിൽ ഒരു കൂട്ടത്തെ ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുക. അവരെ കുറിച്ച് ദൈവത്തിന് പ്രത്യേക പരിപാടിയാണ്. അവരെ കുറിച്ച് ദൈവത്തിന് പ്രത്യേക പരിപാടി. നമ്മളൊക്കെ സാധാരണ നിലയിൽ ചിന്തിച്ചാൽ നമ്മളുടെ ആ ശ്രേഷ്ഠമായ അവകാശങ്ങൾ, ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നമ്മളൊക്കെ പലരും ഇല്ല ഓർക്കാൻ. നമ്മളൊക്കെ ആരാ? നാം പലപ്പോഴൊക്കെ ചിന്തിച്ചിരുന്നു. നമ്മൾ കേവലം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഇവിടെ സാധാരണക്കാരാ എന്ന് ചിന്തിച്ചോ കുഴപ്പമില്ല. എളിമ വേണം, ദൈവസ്ഥലം താഴ്മ വേണം, വിനയം വേണം, അതൊക്കെ ആവശ്യമാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും ദൈവത്തിൽ. നമ്മുടെ ഭാഗ്യപദവിയാണ്. ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്തതാൽ എന്ന് ദൈവമക്കളായി നമ്മൾ പാടുമ്പോൾ, അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം നാം ദൈവമക്കളാണ്. ദൈവമക്കൾ എന്നുള്ളതിൽ നമുക്ക് നല്ല ഭാവി ഉണ്ട്. നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ യഹൂദൻ 1948 AD 70 ചിതറപ്പെട്ടു പോയ യഹൂദൻ ഒരു പ്രത്യേക സംഭവത്തിലൂടെ, യെശയ്യാപ്രവചനത്തിലെ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 66-ാം അധ്യായം 7-8 വാക്യം. യെശയ്യാവ് 66:7. ഈ വക ആർ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഈ വചനം വളരെ സ്പഷ്ടമായി നിവർത്തിക്കപ്പെട്ടത് ആരുടെ കാര്യത്തിലാണെന്ന് അറിയാമോ? യഹൂദന്റെ കാര്യത്തിലാണ്. അതിനു വേണ്ടിയാണ് ലോകത്തിൽ 2 ലോകമഹായുദ്ധങ്ങൾ തന്നെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 2 ലോകമഹായുദ്ധങ്ങളാണ് ലോകത്തിൽ നടന്നിട്ടുള്ളത്, അല്ലേ? ഒന്ന് 1914 മുതൽ 18 വരെയുള്ള 1-ാം ലോകമഹായുദ്ധവും അതിനുശേഷം 1948 അല്ലേ, 45 മുതൽ 48 കൃത്യമായി 48 നടന്ന 2-ാം ലോകമഹായുദ്ധവും. ഈ 2 ലോകമഹായുദ്ധം 39 മുതൽ 48 വരെ, അല്ലെ 48 തീരുകയാണ്. അപ്പോൾ 1914 മുതൽ 18 വരെയുള്ള 1-ാം ലോകമഹായുദ്ധവും 1939 മുതൽ 48 വരെയുള്ള 2-ാം ലോകമഹായുദ്ധവും, ഈ 2 ലോകമഹായുദ്ധങ്ങൾ ലോകത്തിൽ സംഭവിച്ചതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. അതെന്താ അതിന് കാര്യം അറിയാം. ഈ രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും ഭരണകർത്താക്കളെയൊക്കെ നിയമിക്കുന്നതും ഒക്കെ ആരുടെ പണിയാണെന്നറിയാമോ? ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. മോദിയെ ആ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി ഇരുത്തിയിരിക്കുന്നത് ആര് തന്നെയാണ്? ദൈവം നിശ്ചയിക്കാതെയല്ല. ദൈവത്തിന് നിശ്ചയമുണ്ട്. പക്ഷേ കയറ്റാൻ ഒരു ദിവസമുണ്ട്, ഇറക്കാനും ഒരു ദിവസം ഉണ്ട്. ഒരു മനുഷ്യനും ബഹുമാനത്തിൽ എന്തിയില്ല, നിലനിൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ലോക സാമ്രാട്ടുകൾ തകർന്ന് തരിപ്പണമായി പോയി. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, കാൽ പകുതി കളിമണ്ണും പകുതി ഇരുമ്പും കൊണ്ടുള്ള ഒരു സാമ്രാജ്യ ലോകബിംബത്തെ ഇവിടെ നെബൂഖദ്നേസർ കാണുകയാണ്. നെബൂഖദ്നേസർ കണ്ട ഈ സാമ്രാജ്യ ലോകബിംബം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ലോകത്തിൽ വരുവാൻ പോകുന്ന 4
സാമ്രാജ്യങ്ങളെയാണ് അത് വ്യക്തമാക്കുന്നത്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം ലോകത്തിൽ ഒന്നാമതായി ഉണ്ടായ സാമ്രാജ്യമാണ് ബാബിലോൺ സാമ്രാജ്യം. അതിനുശേഷം ഉണ്ടായ സാമ്രാജ്യമാണ് മേദ്യ പാർശ്വ സാമ്രാജ്യം. അതിനുശേഷമാണ് മഹാനായ അലക്സാണ്ടറുടെ നേതൃത്വത്തിലുണ്ടായ ഗ്രീക്ക് സാമ്രാജ്യം അല്ലെങ്കിൽ യവന സാമ്രാജ്യം. അതിനുശേഷം പകുതി കളിമണ്ണും പകുതി ഇരുമ്പും പോലെ തമ്മിൽ യോജിക്കാത്ത ഒരു സാമ്രാജ്യം ദീർഘകാലം നിലവിൽ വന്നു. അതിന്റെ അനയോലികൾ ഇപ്പോഴും ലോകത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യത്തിന് ഒരു ഉണർവുണ്ടാകും, ഒരു പുനരാവിർഭാവം ഉണ്ടാകുമെന്ന് വേദവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ യൂണിയൻ EU എന്ന് പറയുന്ന ആ സംഘടന ശക്തമായി കൊണ്ടിരിക്കുന്നത്. യൂറോ നിലവിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല എങ്കിൽ പോലും നമുക്കറിയാം ഇന്ന് മറ്റ് നാണ്യങ്ങൾ വിനിമയം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ യൂറോ വിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ അതിന്റെ സംഘടനയുടെ ശക്തമായ ആധിപത്യം ലോക സാമ്രാജ്യങ്ങളിൽ ലോക ഭരണ ചക്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ സാമ്രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പായി. എങ്ങനെ സംഭവിച്ചത്? ദാനിയേൽ പ്രവാചകൻ അത് വെളിപ്പെടുത്തുന്നത് കൈ തൊടാതെ പർവ്വതത്തിൽ നിന്നൊരു കല്ല് പറഞ്ഞു വരികയാണ്. പർവ്വതത്തിൽ ഉരുണ്ടു വരുന്ന കൈതൊടാതെ പറഞ്ഞു വന്ന ആ കല്ല് ഈ സാമ്രാജ്യ ബിംബത്തിന്റെ കാലിൽ അടിച്ചു. ഈ ബിംബം തകർന്ന് തരിപ്പണമായി പോയി. എവിടെ ബാബിലോൺ സാമ്രാജ്യം? എവിടെ മേദ്യ പാർശ്വ സാമ്രാജ്യം? ഉദിച്ചുയർന്ന ഗ്രീക്ക് സാമ്രാജ്യം എവിടെ പ്രിയപ്പെട്ടവരെ? അലക്സാണ്ടർ ഗ്രേറ്റ് 33-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് കേവലം ഒരു കൊതുകിന്റെ കുത്തേറ്റ് മരിച്ചു പോയ സംഭവം നമുക്കറിയാം. മനുഷ്യരെല്ലാം എത്ര ഉന്നതന്മാരാണെങ്കിലും എത്ര ശ്രേഷ്ഠന്മാരാണെങ്കിലും അവരൊക്കെ ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ നിഷ്പ്രഭന്മാരാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ മഹാന്മാരുടെ കീർത്തി നേടിയ രാജാക്കളുടെ എല്ലാവരും മറഞ്ഞുപോയി, മണ്ണിനകർന്നുപോയി എങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വാഴ്ചകൾക്ക് എല്ലാം എന്നുള്ള അവസാനം സംഭവിക്കാൻ പോവുകയാണ്. അത്തി മുതലായ വൃക്ഷം തകർക്കും. ഇവിടെ 2 ലോകമഹായുദ്ധങ്ങൾ സംഭവിച്ചതിലൂടെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒരു ഉടമ്പടി, ആ ഉടമ്പടിയുടെ പേരെന്തറിയാമോ? ബാൽഫർ ഡിക്ലറേഷൻ. ഈ ബാൽഫർ ഡിക്ലറേഷൻ എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ അതിന്റെ ഒരു മലയാള പരിഭാഷ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ഈ ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്? അതായത് ബ്രിട്ടൻ ഒരു വശത്തും ജർമ്മനി മറുവശത്തുമായിട്ട് അതിനോട് ചേർന്ന സഖ്യകക്ഷികളും ചേർത്താണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായത്. എന്നാൽ ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന് പരാജയം സംഭവിക്കുമെന്ന ഒരു അവസ്ഥ വന്നു. വന്നപ്പോൾ സിയോൺ സംഘത്തിൽ ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ആ ശാസ്ത്രജ്ഞന്റെ പേര് എന്ന് പറയുന്നത് ഡോക്ടർ ചെയിൻ വീസ്മാൻ എന്നാണ്. ഈ ഡോക്ടർ ചെയിൻ വീസ്മാൻ സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തമുണ്ടായി. സ്ഫോടക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ബ്രിട്ടന് അതിന്റെ ഫലമായി വലിയ വിജയം സംഭവിക്കുകയും ജർമ്മനിയും സഖ്യകക്ഷികളും കൂടെയുള്ള രാജ്യങ്ങളും പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ പരാജയപ്പെട്ട സമയത്ത് ഈ ബ്രിട്ടീഷുകാര്, ഇദ്ദേഹം ഒരു യഹൂദനാണല്ലോ, സിയോൺ സംഘത്തിന്റെ നേതാവാണല്ലോ ഡോക്ടർ ചെയിൻ വീസ്മാൻ. അപ്പോൾ ഈ ബ്രിട്ടീഷ് രാജാവ് ജനറൽ അല്ലൻബി എന്ന് പറയുന്ന വ്യക്തിയാണ് യെരുശലേം യെരുശലേം പിടിച്ചടക്കുന്നത്. ആ സന്ദർഭത്തിൽ ഇവർക്കൊരു പാരിതോഷികം എന്നുള്ള നിലയിൽ, ഒരു സമ്മാനം എന്നുള്ള നിലയിൽ ബ്രിട്ടീഷ് ആർതർ ജെയിംസ് ബാൽഫർ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിന്റെ വാചകം ഇതാണ്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ജെയിംസ് ബാൽഫർ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിലെ വിഷയമാണ് ഇവിടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഗവൺമെന്റിന് വേണ്ടി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കപ്പെട്ടതും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതുമായ പ്രഖ്യാപനത്തിൽ യഹൂദന്മാരുടെ സിയോൻ സംഘത്തിന്റെ താല്പര്യപ്രകാരം അവരോടുള്ള സഹതാപം പ്രഖ്യാപിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. യഹൂദ ജനത്തിന് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുവാനുള്ള ആഗ്രഹത്തെ മഹാരാജാവിന്റെ ഗവൺമെന്റ് അനുഭാവപൂർവ്വം വീക്ഷിക്കുന്നതോടൊപ്പം ആ ഉദ്ദേശ സാധ്യത്തിന് സഹായകമായ എല്ലാ ഒത്താശകളും ചെയ്യുന്നതാണ്.
ഇതാണ് പ്രസിദ്ധമായ ബാൽഫർ പ്രഖ്യാപനം. ഈ ബാൽഫർ പ്രഖ്യാപനം നടന്നെങ്കിലും 1918 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചെങ്കിലും യെരൂശലേം എത്തിയാൻ കഴിഞ്ഞില്ല. അതിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് ഇസ്രയേലിന് കീഴടക്കുവാൻ കഴിഞ്ഞ ഇസ്രയേലിന് നൽകിയില്ല. ബ്രിട്ടൻ, സൗദി അല്ലെങ്കിൽ അറബികളുടെ താല്പര്യപ്രകാരം അവർക്ക് വഴങ്ങി നിന്നുകൊണ്ട് ആ നിലയിൽ മുമ്പോട്ട് പോയി. പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിക്കേണ്ടി വന്നു? അതുകൊണ്ട് രണ്ടാം ലോകമഹായുദ്ധമാകേണ്ടി വന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബാൽഫർ പ്രഖ്യാപനത്തിലെ ഉടമ്പടി പ്രകാരം ഒരു ദിവസം കൊണ്ട് ദേശം പിറന്നു. 1948 മെയ് മാസം 15-ാം തീയതി 48 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നു. അതോടുകൂടെ ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കുന്നു. നോക്കണേ, ദൈവത്തിന്റെ പദ്ധതി നോക്കണേ. അവരുടെ പ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ ചരിത്രം നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, ചരിത്രം നാം വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്റെ സമയമായല്ലോ, ഞാൻ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രം നാം അംഗീകരിക്കുന്നെങ്കിൽ വേദപുസ്തകവും നാം വിശ്വസിക്കുന്നു. വേദപുസ്തകവും വിശ്വസിക്കുന്നില്ല, വേദപുസ്തകം നാം വിശ്വസിക്കുന്നു. അതോടൊപ്പം വേദപുസ്തകം ചരിത്രത്തോട് ഒത്തു നിൽക്കുന്നത് കൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചരിത്രത്തിന് വിരുദ്ധമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തെ വ്യക്തമായി ചോദിക്കൊണ്ടിരിക്കുന്നു. 1-2 ലോകമഹായുദ്ധത്തിലൂടെ യെരൂശലേം സ്വതന്ത്ര രാഷ്ട്രമായി പരിണമിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് മട്ടാഞ്ചേരിയിൽ ചെന്നാൽ അവരുടെ സിനഗോഗ അവിടെയുണ്ട്. പക്ഷേ യഹൂദന്മാർ പലരും അവിടെ എല്ലാവരും അവരുടെ സ്വന്തദേശത്തേക്ക് അടങ്ങിപ്പോയി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറപ്പെട്ടു പോയ ജനം എന്ത് ചെയ്തു? ഒന്നടങ്കം മടങ്ങി വന്നു. ഇസ്രായേൽ ഇന്ന് ലോകത്തിന് സർവ്വജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലായി പരിണമിക്കത്തക്ക നിലയിൽ സർവ്വജാതികളും സർവ്വജനങ്ങളും അവർക്കൊരു ഭാരമുള്ള കല്ലായി പരിണമിക്കത്തക്ക നിലയിൽ ദൈവം ഇസ്രായേലിനോടൊപ്പമുണ്ട്. ഇസ്രായേലിനെ ആ നിലയിൽ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ വൻ ശക്തികൾക്ക് സാധ്യമല്ല. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേലിനോടുള്ളത് ഇനി ഭാവി സംഭവങ്ങളൊക്കെ എന്തിരിക്കുക, നിറവേറിയിരിക്കുക. അതുകൊണ്ട് ഇസ്രായേലിനെ തൂത്തെറിയുവാൻ ചുറ്റും കിടക്കുന്ന അറബി രാഷ്ട്രങ്ങൾ ഒന്നടങ്കം വിചാരിച്ചാൽ സാധ്യമല്ല. കാരണം ദൈവിക പദ്ധതികൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി നിവർത്തിക്കപ്പെടണമെങ്കിൽ ആര് നിലനിൽക്കണം? ഇസ്രായേൽ നിലനിൽക്കണം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം എന്തിനു വേണ്ടി ഈ ജാതിയെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നു. ലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീൻ നാട്ടിൽ ഒരു കൊച്ചു രാജ്യം, നമ്മുടെ കേരളത്തിന്റെ പകുതി മാത്രമേ വലിപ്പമുള്ള ഒരു കൊച്ചു രാജ്യം. ഞാൻ ആ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫലഭൂയിഷ്ടമായ ഒരു ദേശം. ആ ദേശത്ത് നിന്ന് കയറ്റിയിരിക്കുന്ന ഫ്രൂട്ട്സ് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വരുമാന മാർഗമാണ്. അത് നാം മനസ്സിലാക്കണം. ഇത്ര സമ്പുഷ്ടമായ ഒരു ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം ഒരു നിലയിലും മരുഭൂമി മലർവാടിയാക്കി മാറ്റിയ ആ ദൈവ പ്രവൃത്തി നമുക്കറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ആ ദേശത്തെ ജാതികളെ ഇസ്രായേലിനെ നിലനിർത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് കയറിപ്പായിട്ടു. അവരുടെ അംഗീകരണം മരിച്ചവരുടെ വ്യർത്ഥമല്ലാതെ നാം ഇന്ന് കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തിന് വേണ്ടി. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങില്ലേ മരിച്ചു മുമ്പേ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് എതിരേൽപ്പാൻ മേഘങ്ങളിൽ ഒരു പുനരുത്ഥാനം. അവരുടെ അംഗീകരണം ഭരിച്ചവരുടെ ഗർഭമല്ലാതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ, കാഹളം ധരിക്കുമ്പോൾ ഭരിച്ചവർ അക്ഷരായി ഉയർത്തേക്ക് യഹൂദനെ തിരസ്കരിക്കപ്പെട്ടു പോയ യഹൂദനെ അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. എന്നാൽ അവരുടെ അംഗീകരണം ഭരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. ഭരിച്ച വിശുദ്ധ നാം നിത്യം കർത്താവിനോട് വസിക്കും.
ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നിരിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ താമസിച്ച് ചിന്തിക്കാം എന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് കർത്താവ് വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയ്ക്കായി നമുക്ക് നന്ദികളുണ്ടായി നമുക്ക് നിരേറ്റാം. കർത്താവ് നാം